ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു റാൻഡം വ്ളോഗ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ട് ഒന്നും കണ്ടു പേടിക്കണ്ട, വീട് സ്റ്റിൽ നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ ഇപ്പോൾ ഹരി പോണ കണ്ടുമല്ലോ, ഹരി പോയി. ഇനി ഞാൻ കുളിച്ചിട്ട് ആക്ച്വലി നിൽക്കുകയാണ്, അതുകൊണ്ടാണ് ഇത്ര മെസ്സി ആയിട്ട് ഇരിക്കുന്നത്. ഇനി എനിക്ക് ബാക്കി സ്കിൻ കെയർ ചെയ്യാനുണ്ട്. സ്കിൻ കെയർ കഴിഞ്ഞ ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഹരി വന്നതാണ്, ഹരി ഹെഡ്സെറ്റ് മറന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുളിച്ച് വന്നതേ ഉള്ളൂ. നമുക്ക് ഒന്ന് സ്കിൻ കെയർ ചെയ്യണം. അപ്പം എൻ്റെ രാവിലത്തെ സ്കിൻ കെയർ ചെയ്യാം. ഓക്കെ, സ്കിൻ കെയർ ഒക്കെ അപ്ലൈ ചെയ്തു. എൻ്റെ മുടിയിൽ ഞാനൊരു ഹെയർ വൈറ്റലൈസർ തേച്ചിരിക്കുകയാണ്. അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഇൻഡൽജിയുടെ ഹെയർ വൈറ്റലൈസർ ഒരാഴ്ചയായിട്ടുള്ളൂ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ റിവ്യൂ പറയാറായിട്ടില്ല. അത് തേച്ചിട്ട് ഞാനൊന്ന് കെട്ടിവെച്ചതാണ്, ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വേണം എനിക്ക് മുടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഫേസിലേക്ക് ഞാൻ യൂസ് ചെയ്തത് വിറ്റമിൻ സി സെറം. ഇത് 20% ഡെർമാക്കോൻ്റെ ഫേസ് സെറമാണ്. ഇതിൽ ചെറിയൊരു ഫ്രേഗ്രൻസ് ഉണ്ട്, പെർഫ്യൂം മണമുണ്ട്, വളരെ ലൈറ്റായിട്ട്. പിന്നെ മോയ്സ്ചറൈസറായിട്ട് ഞാൻ യൂസ് ചെയ്തത് എർത്തുടകത്തിൻ്റെ സൈറ്റോസെറമൈഡാണ്. സോ എൻ്റെ സ്കിൻ കെയർ ഇത്രയേ ഉള്ളൂ. ആക്ച്വലി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം, പക്ഷേ വീട്ടിൽ അധികം ഇപ്പോൾ നല്ല വെളിച്ചമുണ്ടെന്നുള്ളൂ, വെയിലൊന്നും അടിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം സൺസ്ക്രീനൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. പിന്നെ ഒരു ലിപ് ബാമും ഇട്ടിട്ടുണ്ട്. സോ ഇനി അടുത്ത പരിപാടി ഒന്നല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഇല്ലെങ്കിൽ അമ്മയെ വിളിക്കണം. അപ്പം ബെറ്റർ ഞാൻ അമ്മയൊന്ന് വിളിക്കട്ടെ. അമ്മയെ രാവിലെ വിളിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് കറക്റ്റ് ആവില്ല. സോ അമ്മയൊന്ന് വിളിച്ച് സംസാരിച്ച ശേഷം ഞാൻ ബാക്കി എന്താ പരിപാടി എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഹായ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അമ്മയോട് സംസാരിച്ച് എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു. ആക്ച്വലി ഉച്ചയായി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ആക്ച്വലി ഉച്ചയല്ല, ഉച്ച കഴിഞ്ഞു തോന്നുന്നു. സമയം എത്രയായി? 3:15 കേട്ടോ. സോ ഞാൻ വിചാരിച്ചു ഒരു സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊന്ന് അടുക്കളയിൽ പോകാം. ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് ക്ലോസ് ചെയ്തേ ഉള്ളൂ പ്ലാനർ. സോ കൂടെ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു പഴയ മൂവിയാണ്. ഞാൻ ഇടയ്ക്ക് ഇവിടെ എന്താ നോക്കാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഇടയ്ക്ക് സ്ക്രീൻ നോക്കുകയാണ്. ഒരു പഴയ ഷാരൂഖ് ഖാൻ്റെ മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ദീവാന. സോ അതും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മ്യൂട്ട് ചെയ്താണ് കേട്ടോ. നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം ബാക്കി എന്താ പരിപാടി എന്നുള്ളത് നോക്കാം.
ഇതിലേക്ക് നമുക്ക് കുറച്ച് എന്താ പറയുക, നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ, ഇപ്പോൾ മിക്സ്ഡ് ജാറിലേക്ക് ഗ്രീൻ ആപ്പിളും പഴവും ഒക്കെ ആഡ് ചെയ്തു. ഇനി ഞാൻ കുറച്ച് ചിയ സീഡ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഓട്സ്, ഇത് മൾട്ടി ഗ്രെയിൻ ഓട്സ് ആണ് കേട്ടോ, എല്ലാ റാഗിയും ഗോതമ്പും ഒക്കെ ഉണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഇത്തിരി പേരിന്, ശരിക്കും പഞ്ചസാര ഇടാൻ പാടില്ല സ്മൂത്തിയിൽ, ഇത്തിരി പേരിന് കുറച്ച് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇടുകയാണ് കേട്ടോ. പഴം അത്ര മധുരമില്ലാത്ത പഴമാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. എൻ്റെ സ്മൂത്തി റെഡിയായി. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താ വെച്ചാൽ എനിക്ക് 2 വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. സോ റെഡി ആവണം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ്സ് പാക്കിൽ നിന്ന് തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഇത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ഒതുക്കി വെക്കാനുണ്ട്. സോ ഞാൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇടാനുള്ള ലൈറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. മൊത്തം കണ്ടല്ലോ, കെട്ട് പിടിച്ചിരിക്കുകയാണ്. ഇനി ഇത് മുഴുവൻ അഴിക്കണം. അഴിച്ച് കഴിഞ്ഞാലേ നമുക്ക് ലൈറ്റ്സ് വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതഴിക്കുക എന്നുള്ളതാണ് അടുത്ത വലിയ ടാസ്ക് കേട്ടോ. ആൻഡ് ഫൈനലി ഞാനിതാ അതിനെ കെട്ടഴിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ഡൺ. ഇനി നമുക്ക് ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിനുള്ള സെറ്റപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. അടുത്ത പരിപാടി എന്താ അറിയോ, എനിക്ക് പാവ് ഭാജിയും ബേൽപൂരിയും കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. സൊമാറ്റോ ഒന്ന് ഇവിടെ ബികാസ് ബാബുവിൻ്റെ ഷോപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. സൊമാറ്റോ ഒന്ന് ഞാനത് വരുത്തിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ കഴിച്ച് കഴിയാറായി. ഈ കവറിൽ പാവ് ഭാജി ഇരിക്കുന്നുണ്ട്. എൻ്റെ കൂടെ അവരുടെ ജിലേബി ഉണ്ട്. അപ്പം ഇതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് ഞാനിവിടെ മറ്റേ ടി വിയിൽ സൂപ്പർസ് ശരണ്യ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ അതൊക്കെ ഇരുന്ന് കാണട്ടെ. സോ ഇന്നലെ എനിക്ക് കഴിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ഷൂട്ട് ചെയ്യുന്ന കാര്യമായി മറന്നുപോയി. അതുകൊണ്ട് ലാസ്റ്റ് എൻഡിങ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് ഒരു എൻഡിങ് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് സൺഡേ ആണ്. ഇത് ഷൂട്ട് ചെയ്തത് 19-ാം തീയതി, ഇന്ന് 20. നിങ്ങളെ കാണുന്നത് നാളെ ആയിരിക്കും. 21-നായിരിക്കും ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.